ഇത്തവണത്തെ 2020 ലോകകപ്പിൽ ഇന്ത്യൻ കിരീടത്തിലേക്ക് നയിച്ചതിന് പിന്നാലെ രാഹുൽ ദ്രാവിഡ് ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയിരുന്നു. 2021 നവംബറിൽ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ദ്രാവിഡ് 2.5 വർഷത്തോളമാണ് പരിശീലക വേഷത്തിൽ തുടർന്നത്. ഇന്ത്യയുടെ പരിശീലക വേഷം അഴിച്ചുവെച്ച ദ്രാവിഡിന്റെ ഭാവി പദ്ധതി എന്താണെന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ചർച്ചകൾ. കളിക്കളത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം IPL ടീമുകളുടെ മെന്ററായിട്ടാണ് ദ്രാവിഡ് പരിശീലക കരിയർ ആരംഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ദ്രാവിഡ് IPLലേക്ക് പരിശീലക റോളിൽ തിരിച്ചു പോകുമോ എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അതിനിടെ ഇപ്പോൾ ഇതാ രാഹുൽ ദ്രാവിഡിനെ പരിശീലക സംഘത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള നീക്കം നടത്തി ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ വമ്പന്മാർ രംഗത്ത് വന്നതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. ഇന്ത്യൻ ടീമിന്റെ പുതിയ മുഖ പരിശീലനായി ചുമതലയേറ്റ ഗൗതം ഗംഭീർ ആയിരുന്നു ഇത്തവണത്തെ IPL സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്റർ. ടീമിന്റെ IPL കിരീട നേട്ടത്തിന് പിന്നിൽ ഗംഭീർ സുപ്രധാന പങ്കാണ് വഹിച്ചത്. എന്നാൽ ഗംഭീർ പോയതോടെ KKRന്റെ മെന്റർ സ്ഥാനത്ത് ഒഴിവ് വന്നിരിക്കുകയാണ്. ഈ സ്ഥാനത്തേക്ക് ദ്രാവിഡിനെ കൊണ്ടുവരാൻ കൊൽക്കത്ത ഫ്രാഞ്ചൈസി താൽപര്യപ്പെടുന്നുണ്ടെന്നും പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനം വഹിച്ചിരുന്ന സമയത്ത് 12 കോടി രൂപയായിരുന്നു രാഹുൽ ദ്രാവിഡിന്റെ വാർഷിക പ്രതിഫലം. ഇതിലും ഉയർന്ന തുക ദ്രാവിഡിന് നൽകാൻ കൊൽക്കത്ത തയ്യാറാണെന്നാണ് സൂചനകൾ. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് കരുതപ്പെടുന്നത്. 2014 രാജസ്ഥാൻ റോയൽസിന്റെ മെന്ററായാണ് രാഹുൽ ദ്രാവിഡ് അദ്ദേഹത്തിന്റെ പരിശീലക കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് IPLൽ ഡൽഹി ഫ്രാഞ്ചൈസിക്കൊപ്പം ചേർന്നും അദ്ദേഹം പ്രവർത്തിച്ചു. ഈ 2 ടീമുകളിൽ ഒന്നിലേക്ക് ദ്രാവിഡ് പരിശീലക വേഷത്തിൽ തിരിച്ചു പോകുന്നതും പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. 2014ലും 2015ലും IPL ടീമായ രാജസ്ഥാൻ റോയൽസിന്റെ മെന്ററായി രാഹുൽ ദ്രാവിഡ് പ്രവർത്തിച്ചു. 2014 ഇംഗ്ലണ്ട് പര്യടനത്തിൽ മെന്ററായി ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹം. പിന്നീട് ഇന്ത്യ A ടീമിന്റെയും അണ്ടർ-19 ടീമിന്റെയും പരിശീലകനായി അദ്ദേഹം നിയമിതനായി. 2018 അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യ കിരീടം ചൂടുമ്പോൾ ദ്രാവിഡായിരുന്നു പരിശീലകൻ. അതിനിടെ 2016 IPL ടീമായ ഡൽഹിയുടെ മെന്ററായും അദ്ദേഹം ചേർന്ന് പ്രവർത്തിച്ചു. 2021 അവസാനം ഇന്ത്യ പുരുഷ ടീമിന്റെയും മുഖ്യ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ദ്രാവിഡ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും 2023 ഏകദിന ലോകകപ്പിലും ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചു. 2024 2020 ലോകകപ്പിൽ ടീമിനെ കിരീടത്തിലേക്ക് നയിച്ചതോടെ രാജകീയമായി ദേശീയ പരിശീലക സ്ഥാനം അഴിച്ചുവെക്കാൻ ദ്രാവിഡിനായി. അതേസമയം ഗംഭീർ ടീം വിട്ടത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ്. നേരത്തെ 2024 സീസണ് മുമ്പായിരുന്നു ഗംഭീറിന്റെ മെന്റർ റോളിൽ KKR തിരികെ എത്തിച്ചത്. സുനിൽ നരേനെ ഓപ്പണിംഗ് ഇറക്കിയത് മുതൽ ഇത്തവണ KKRന്റെ തലവര മാറ്റിയ പല തീരുമാനങ്ങളും എടുത്തത് ഗംഭീറാണ്. 2 തവണ ഗംഭീറിന്റെ ക്യാപ്റ്റൻസിയിൽ IPL കിരീടത്തിൽ മുത്തമിട്ട KKR ഇക്കുറി അദ്ദേഹത്തിന്റെ മെന്റർഷിപ്പിന് കീഴിൽ വിജയ കിരീടം ചൂടി. സിംബാബ്വെക്കെതിരായ T20 പരമ്പര അപ്രതീക്ഷിത പരാജയത്തോടെയാണ് ഇന്ത്യ തുടങ്ങിയത്. ഹരാരെയിൽ നടന്ന കളിയിൽ ടീം 13 റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങി. ബാറ്റിംഗ് നിരയുടെ ദയനീയ പ്രകടനമായിരുന്നു ഇന്ത്യയെ തോൽവിയിലേക്ക് നയിച്ചതും. എന്നാൽ രണ്ടാം T20യിൽ ഗംഭീര വിജയം നേടി ഇന്ത്യ ഫോമിലേക്ക് തിരിച്ചെത്തി. 100 റൺസിനാണ് ഈ കളിയിൽ ഇന്ത്യ ആതിഥേയരെ തകർത്തത്. ബാറ്റിംഗിലും ബോളിംഗിലും തകർപ്പൻ പ്രകടനമാണ് ഈ മത്സരത്തിൽ ഇന്ത്യ കാഴ്ചവെച്ചത്. ആദ്യ 2 മത്സരങ്ങളിൽ ടീമിൽ ഇല്ലാതിരുന്ന രാജസ്ഥാൻ റോയൽസ് താരം യശസ്വി ജയ്സ്വാൾ ഇന്ന് പ്ലേയിങ് 11ലേക്ക് തിരിച്ചെത്തും. ഓപ്പണറായാകും താരം കളിക്കുക. ഇതോടെ ടോപ്പ് ഓർഡറിൽ കളിച്ചിരുന്ന ഋതുരാജ് ഗെയ്ക്വാദ് ടീമിൽ നിന്ന് പുറത്താകും. അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമാകും ടോപ്പ് ഓർഡർ ബാറ്റിംഗിലെ മറ്റു താരങ്ങൾ. ഇതിൽ ഗിൽ ഓപ്പണറായി അഭിഷേക് 3ാം നമ്പറിൽ ഇറങ്ങാനാണ് സാധ്യത. കഴിഞ്ഞ കളിയിൽ വെടിക്കെട്ട് സെഞ്ചുറി നേടി ഫോമിലാണ് IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി കളിക്കുന്ന അഭിഷേക്. മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണാകും 4ാം നമ്പറിൽ കളിക്കുക. ഇത്തവണ 2020 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന സഞ്ജുവും സിംബാബ്വേയും പര്യടനത്തിലെ ആദ്യ 2 മത്സരങ്ങളിൽ സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. സഞ്ജു എത്തുന്നതോടെ രാജസ്ഥാൻ റോയൽസ് താരമായ ധ്രുവ് ജൂറലിനാകും പുറത്തേക്ക് പോകേണ്ടി വരിക. ലോകകപ്പ് ജേതാവായ ശിവൻ ദുബെ ഇന്ന് കളിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അദ്ദേഹത്തെ കളിപ്പിക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചാൽ സായി സുദർശനാകും ടീമിൽ പുറത്താവുക. റിയാൻ പരാഗും റിങ്കു സിംഗുമാകും ബാറ്റിംഗ് നിരയിലെ മറ്റ് താരങ്ങൾ. ഇതിൽ പാരഗിന് ആദ്യ കളിയിൽ മാത്രമാണ് ബാറ്റിംഗിന് അവസരം ലഭിച്ചിട്ടുള്ളത്. ആദ്യ കളിയിൽ നിരാശപ്പെടുത്തിയ റിങ്കു സിംഗ് ആവട്ടെ 2ാം ടീമിൽ 2020ൽ വെടിക്കെട്ട് ബാറ്റിംഗുമായി ഫോമിലേക്ക് തിരിച്ചെത്തിയിരുന്നു.